സിറ്റിയിലേക്ക് ഒന്നിറങ്ങിയതാ. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഓസ്ട്രേലിയ എങ്ങനെയുണ്ട്, പെർത്ത് ഒരു ചെറിയ സിറ്റിയല്ലേ എന്നൊക്കെ. സിറ്റിയുടെ ഒരു ചെറിയ ഭാഗത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കൂടുതൽ ഭാഗങ്ങൾ കാണിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. എങ്കിലും മനോഹരമായ കൂടുതൽ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനിടെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നല്ല റോഡുകളും നല്ല കുളിർമയുള്ള അന്തരീക്ഷവും അമ്പരചുംബികളായ കെട്ടിടങ്ങളും നമ്മിൽ ആവേശം പകരുക തന്നെ ചെയ്യും. ഇടയിൽ പഴയ കാലത്തിൻ്റെ പ്രൗഢമായ ഓർമ്മകൾ ഉണർത്തുന്ന പഴയ കെട്ടിടങ്ങളും കാണാം. ഇവിടെ മോട്ടോർ ബൈക്കുകൾ കാണാറേയില്ല. തീരെ ഇല്ല എന്നല്ല, വളരെ കുറവാണ്. സിറ്റിയുടെ നടുവിലും എങ്ങോട്ട് മാറിയാലും ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമാണ്. തണല് നൽകും, ശുദ്ധവായു പ്രദാനം ചെയ്യും. ധാരാളം ഗുണങ്ങൾ അതിനുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. അമ്പരചുംബികളായ ഈ കെട്ടിടങ്ങളൊക്കെ എത്ര മനോഹരമാണ്. ആധുനിക കാലത്തിൻ്റെ ആ മേളക്കൊഴുപ്പ്, ആ പുതുമ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. റോഡിൻ്റെ സൈഡിലോ മുകളിലൂടെയോ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനുകൾ കാണാനേയില്ല. അതിൻ്റെ മനോഹാരിത, പട്ടണത്തിൻ്റെ മനോഹാരിത കെടുത്തിക്കളയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. നീലാകാശവും കുളിർക്കാറ്റും സ്വാൻ നദിയെ തൊട്ടുതലോടി കടന്നു വരുന്ന മന്ദമാരുതനുമൊക്കെ എത്ര മനോഹരമാണ്, ആസ്വാദ്യകരമാണ്. സിറ്റി ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് കാണാനുണ്ട്. നോക്കുക, ഈ മരങ്ങളും ഈ കെട്ടിടങ്ങളുമൊക്കെ എത്ര മനോഹരമാണ്. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കണ്ടാൽ. നേരെ കടന്നു ചെല്ലുമ്പോൾ മുൻപിൽ കാണുന്ന ആ വലിയ ടവർ പെർത്തിലെ ബെൽ ടവറാണ്. അതിമനോഹരമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഒരു വശത്ത് സ്വാൻ നദിയുടെ മനോഹാരിതയും മറുവശത്ത് മനോഹരമായ വലിയ കെട്ടിടങ്ങളുടെ നീണ്ട നിരയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വാൻ തടാക തീരത്തെ ഈ റോഡിലൂടെയുള്ള യാത്ര കണ്ണിനും മനസ്സിനും ആനന്ദകരമാണ്.
വലിയ കമ്പനികളുടെയും ബാങ്കുകളുടെയും ഒക്കെ ഓഫീസുകൾ ഈ കാണുന്ന കെട്ടിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് മലയാളികൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയും വെടിപ്പും എവിടെ തിരിഞ്ഞാലും കാണാം. ഞാൻ പല പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ട്. എത്ര വന്നാലും ഇവിടം നമുക്ക് പുത്തൻ ഉന്മേഷം നൽകും. ഒട്ടും മടുപ്പ് തോന്നത്തേയില്ല. അത്ര മനോഹരമാണ് ഇവിടമെല്ലാം. ഈ കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് നമുക്ക് തോന്നും. വൈകുന്നേരമാകുമ്പോൾ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരാറുണ്ട്. ഇവിടെയുള്ള പാർക്കുകളിലും സ്വാൻ നദിയുടെ തീരത്തുമൊക്കെ കടന്നു വന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കാറ്റ് കൊള്ളാനും നടക്കാനും ഭക്ഷണം ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം പേര് ഇതുവഴിയൊക്കെ കടന്നു വരുന്നുണ്ട്. മുൻപിൽ കാണുന്ന റൗണ്ടിലുള്ള ആ ബിൽഡിങ് ഇവിടുത്തെ പഴയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. മുന്നോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിവിടുത്തെ ഒരു പ്രശസ്തമായ ഹോട്ടലാണ്. രാത്രിയിൽ ഇതിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. പലതരത്തിലുള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ മിന്നിമറയുന്ന വലിയൊരു അത്ഭുത കാഴ്ച തന്നെയാണ് രാത്രികാലങ്ങളിൽ ഈ കെട്ടിടങ്ങൾ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും നീണ്ട പാർക്കിംഗ് ഏരിയകൾ, ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ മുമ്പിൽ വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മാളുകൾ പണിയുമ്പോൾ അതിനു ചുറ്റും കെട്ടിടത്തിനേക്കാൾ പല മടങ്ങ് വിസ്തൃതിയിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നത്. സിറ്റിയുടെ ചെറിയ ഷോപ്പിംഗ് ഏരിയ അതിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അല്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് എവിടെയും കാണാം. എല്ലായിടത്തും പുതുപുത്തൻ വാഹനങ്ങൾ നിരന്നു കിടക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്, ആസ്വാദ്യകരമാണ്. വെട്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഈ മരങ്ങളും വൃത്തിയായി പരിപാലിക്കുന്ന പരിസരങ്ങളും ഒക്കെ ആനന്ദകരം തന്നെയാണ്. എത്ര